മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ പരസ്യ പ്രസ്താവനകൾക്കും പ്രകടനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി. എല്ലാവരും പാർട്ടിയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അച്ചടക്ക നടപടികൾ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കെപിസിസി നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇത് വെള്ളപ്പൊക്കയേ ഉണ്ടാകൂ. എല്ലാവരും ശാന്തമായി ഭംഗിയായി ഞങ്ങളോട് സഹകരിച്ചു. നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് നീങ്ങും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. പ്രതിഷേധം ഉണ്ടാവില്ല. അവിടെ പോസ്റ്റ് ഒട്ടിയിട്ടുണ്ടാവില്ല. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അവർ നല്ല ക്ലിയർ ആയിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ അതിൻ്റെ ഇഷ്യൂസിലോട്ട് പോകുന്നില്ല. അത് പരസ്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് മറ്റ് പല കൺസൾട്ടേഷൻസും കൂടെ വേണം. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പൊതു അഭിപ്രായം. ആ അഭിപ്രായം ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഈ കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി മുന്നോട്ട് നീങ്ങിയിരിക്കും. അവർ വളരെ ക്ലാരിറ്റിയല്ലേ, പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി അവർ മുന്നോട്ട് നീങ്ങിയിരിക്കും. അവർ നല്ല പാർട്ടി പ്രവർത്തകരായിട്ട് ഇതിനോടൊപ്പം ഉണ്ടാകും. ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം എന്താ? ആവശ്യം നമ്മുടെ പാർട്ടിക്കകത്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ അന്തരീക്ഷത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അത് പൂർണ്ണമായ തൃപ്തിയിലായി വളരെ ഭംഗിയായിട്ട് തീർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തർക്കം ഉണ്ടായ ഉടനെ ആരുടെയെങ്കിലും ഒരു കോലം കത്തിച്ച പ്രശ്നം തീരുമോ? അപ്പോൾ കോലം കത്തിക്കുക എന്നുള്ളത് പ്രാകൃതമാണ്. അതൊന്നും ഞങ്ങൾ യോജിക്കുന്ന ആളുകളില്ല. അത് ആരുടേതായാലും ഞങ്ങൾ അതിനോടൊന്നും അങ്ങനെ യോജിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അതുപോലൊരു കേസ് ഉണ്ടാകണം. അതുപോലൊരു കേസിൽ ഇപ്പോൾ ക്രൂരമായി ലാത്തിച്ചാണ്ടുണ്ടാക്കി എല്ലാ ആളുകളെ അടിച്ച് തകർക്കും എന്നുള്ള നില വന്നു. സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് റിയാക്ഷൻ വരും, ഒരു കോലം കത്തിച്ചു എന്നിരിക്കും. അതല്ലാതെ പർപ്പസ്ഫുള്ളായിട്ട് പൊളിറ്റിക്കൽ എയിം വെച്ചുകൊണ്ട് ചെയ്യുന്നതിനോട് ആരാ യോജിക്കില്ല. പ്രത്യേകിച്ചൊരു പാർട്ടിക്കകത്താണെങ്കിൽ ഉൾക്കൊള്ളാനും സാധ്യമല്ല. ഒരു വീഴ്ചയില്ല. ഡി സി സി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് DCC തന്നെ കൂടിയിരിക്കുന്നത്. കൂടുതലും ആയിട്ട് ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അച്ചടക്ക സമിതിയുമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ട്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. പിന്നെ നിങ്ങളോട് മാധ്യമങ്ങളോട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ കോൺഗ്രസ് തന്നെയാണ്. നമ്മളെ ഈ വിവിധ പക്ഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നത് തീരെ ശരിയല്ല. അത്ര മാത്രമേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ. ഇല്ലില്ല, അത് നമ്മൾ സമിതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ല, അത് നമുക്ക് പിന്നീട് പറയാം. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴേ തിരുവഞ്ചൂർ പറഞ്ഞത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നാണ്. ഇപ്പോൾ വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോഴും അത് കൃത്യമായിട്ട് അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ തിരുവഞ്ചൂർ തയ്യാറാകുന്നില്ല. ഇന്ന് നടന്ന DCCയിൽ നടന്ന ചർച്ചയിൽ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അർജുൻ, പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആ രീതിയിലല്ല പ്രതികരിച്ചത്. ഈ അച്ചടക്കം ഉണ്ടാക്കുക, പാർട്ടിയിൽ അച്ചടക്കം ഉണ്ടാക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകിയത്. അച്ചടക്ക സമിതിയുടെ കൺവീനർ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള തർക്കം കണ്ണൂരിലെ കോൺഗ്രസിൽ ഉണ്ടായി. വ്യാപകമായി MK രാഘവൻ MP കോലം കത്തിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി. ഇത്തരം നടപടികളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ KPCC നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K ജയന്ത്, അബ്ദുൾ മുത്തലിബ് എന്നിവരാണ് ഈ സമിതി അംഗങ്ങൾ. ആ 3 പേരും ഇന്ന് ഉച്ചയോടുകൂടിയാണ് കണ്ണൂരിലെത്തിയത്. കണ്ണൂരിൽ എത്തി ഉച്ചയോടുകൂടി DCC ഓഫീസിൽ അവർ 3 പേരും എത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ മാടായി കോളേജിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ MK രാഘവൻ MP കോലം കത്തിക്കുക ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളുമായി ചർച്ച നടത്തി. അതിനുശേഷം ഈ മാടായി കോളേജിലെ ഡയറക്ടർമാരുമായും ചർച്ച നടത്തി. ഇങ്ങനെ 2 വിഭാഗവുമായും ചർച്ച നടത്തിയതിനു ശേഷമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മൾ കേട്ട ഈ കാര്യങ്ങളൊക്കെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അദ്ദേഹം ഇതിന്റെ മെറിറ്റിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. അച്ചടക്കം ഉണ്ടാക്കുക എന്നതിന് മാത്രമാണ് പ്രാധാന്യം നൽകിയത്. എല്ലാവരും യോജിച്ചു പോകും. ഒരു തരത്തിലുള്ള പ്രയാസവും ഇനി പാർട്ടി
പാർട്ടിയിൽ ഉണ്ടാകില്ല, ഇത്തരത്തിലുള്ള പരസ്യമായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഈ നേരത്തെ പ്രതിഷേധം നടത്തിയ എം കെ രാഘവൻ എം പിക്കെതിരെ പ്രതിഷേധം നടത്തിയ ആളുകളിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്യമായ പ്രതിഷേധങ്ങളൊക്കെ ഒഴിവാക്കി തുടർന്നും ചർച്ചകൾ നടത്തുക എന്ന ഒരു തീരുമാനത്തിലാണ് ഈ യോഗം അവസാനിച്ചിട്ടുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയാതെ പറഞ്ഞതും അതുതന്നെയാണ്. പ്രശ്നം പരിഹരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, എല്ലാവരും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും, കോൺഗ്രസിന്റെ പ്രവർത്തകരായി തന്നെ അവർ തുടർന്നും ഉണ്ടാകും എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുമ്പോഴും ഈ നേരത്തെ എം കെ രാഘവൻ എം പിയെ തടഞ്ഞവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് അതൊക്കെ പാർട്ടിയുമായി ആലോചിച്ച് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഡയറക്ടർമാർക്കെതിരെ കണ്ണൂർ DCCയും നടപടി സ്വീകരിച്ചിരുന്നു. അവരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ വീണ്ടും ചർച്ച നടത്തുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കോലം കത്തികൾ ഉൾപ്പെടെയുള്ള നടപടികളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിക്കുകയും ചെയ്തു. അത്തരം പ്രാകൃതമായ സമര രീതികളോട് കോൺഗ്രസിന് ഒരു തരത്തിലും യോജിപ്പില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. അതായത് തിരുവഞ്ചൂർ എം കെ രാഘവൻ എം പിക്കെതിരെ നടത്തിയ ഈ പ്രതിഷേധങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. പക്ഷേ എം കെ രാഘവൻ എം പി ചെയ്ത ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ സഹകരണ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ പാർട്ടി അതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ ചില അത് തുറന്നു പറയുന്നതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ രീതിയിലൊന്നും അതിലേക്കൊന്നും അദ്ദേഹം കടന്നതുമില്ല. അത്തരം കാര്യങ്ങളോട് പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയതുമില്ല. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഈ നേരത്തെ എം കെ രാഘവൻ എം പിയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്ത സതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തീരുമാനം അംഗീകരിക്കുന്നുണ്ട്. അവർ പറയുന്നു ഇനി പരസ്യമായ ഒരു പ്രതികരണത്തിനും പ്രതിഷേധങ്ങൾക്കും തങ്ങളില്ല എന്ന് ഈ സതീഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ തൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ഈ എം കെ രാഘവൻ എം പിയുടെ ബന്ധുവായ ധനേഷിന് നൽകിയ നിയമനം അത് റദ്ദാക്കുക തന്നെ വേണം, അത് റദ്ദാക്കാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് അവർ തറപ്പിച്ച് ഈ സമിതിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും, അതായത് കല്യാശ്ശേരി നിയോജക മണ്ഡലം, പയ്യന്നൂർ നിയോജക മണ്ഡലം, ഈ 2 നിയോജക മണ്ഡലങ്ങളിലെ മണ്ഡലം കമ്മിറ്റികളെല്ലാം തന്നെ എം കെ രാഘവന്റെ ബന്ധുവായ ഈ ധനേഷിന്റെ നിയമനം റദ്ദാക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എം കെ രാഘവനുമായി കൂടി ചർച്ച നടത്തിയതിനു ശേഷം നിങ്ങളെ അറിയിക്കാം എന്നാണ് ഈ ചർച്ചയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും ഇനി നടക്കേണ്ടത് എം കെ രാഘവൻ എം പിയുടെ അഭിപ്രായമാണ്. ഈ നിയമനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യത എന്തായാലും ഇല്ല. എന്നാൽ ഈ എം കെ രാഘവൻ എം പിയുടെ ബന്ധുവായ ധനേഷിന്റെ നിയമനം അത് ഒന്നുകിൽ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്നാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞത്. പക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ കടക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും KPCCയുടെയും AICCയുടെയും നേതൃത്വത്തിൽ വീണ്ടും ചർച്ചകൾ നടത്തി ഒരു ഫോർമുല ഉണ്ടാക്കുക എന്ന തീരുമാനത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ചർച്ച അവസാനിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ.